നമസ്കാരം. സൈബർ ലോകത്തെ സംഘപരിവാർ അണികളും മുൻ സംഘപരിവാർ പക്ഷക്കാരനും ഇപ്പോഴത്തെ കോൺഗ്രസുകാരനുമായ സന്ദീപ് വാര്യരും തമ്മിൽ പോരുമുറുകുന്നു. ചാനൽ ചർച്ചയിൽ തുടങ്ങിയ വിഷയം സൈബർ ഇടത്തിലേക്ക് മാറിയതോടെയാണ് പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുമായി കളം മുറുകുന്നത്. ബി.ജെ.പി. ബൗദ്ധിക വിഭാഗം ചുമതലക്കാരനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല സ്ഥാനാർത്ഥിയുമായിരുന്ന ശങ്കുറ്റി ദാസിനെ സന്ദീപ് വാര്യർ വാവിട്ട വാക്കുകളുമായി വിമർശിച്ചതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ആധാരം. സന്ദീപിന്റെ കൂടുമാറ്റത്തിന് ശേഷം സംഘപരിവാറിന്റെ പ്രധാന ശത്രുവും സന്ദീപ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഘപരിവാറുകാരുടെ പോരാളിയായി നിലനിൽക്കുന്നത് ശങ്കുറ്റി ദാസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ഇട്ട പോസ്റ്റ് കൈവിട്ടു പോയതോടെ ശങ്കുവിന് വേണ്ടി വാദിക്കുന്നവർ കൂട്ടത്തോടെ പാഞ്ഞെത്തുന്നത്. സന്ദീപ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വിവാദമായത്. ശങ്കുറ്റി ദാസിന് സംഭവിച്ച ദാരുണ അപകടത്തെക്കുറിച്ച് ദുഷ്ടലാക്കോടെ സന്ദീപ് പരാമർശം നടത്തിയതായാണ് ഈ വിഷയമാണ് പരിവാറുകാരെ ചൊടിപ്പിക്കുന്നത്. ശംഖു അപകടത്തിൽപ്പെട്ടത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതുകൊണ്ടാണെന്നായിരുന്നു സന്ദീപിന്റെ ആരോപണം. 2022 ജൂണിൽ മലപ്പുറം തിരൂരിൽ ശംഖുവിനുണ്ടായ റോഡ് അപകടത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്. കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാതെ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണ്. മദ്യപിച്ചു ലക്കുകെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന് പരിഗണന നൽകിയിട്ടുണ്ട്. കടുത്ത മദ്യപാനശീലത്തിന് ഇരയായിരുന്ന ആൾക്ക് അത് തിരുത്താനുള്ള ഒരു അവസരമായിരിക്കട്ടെ എന്ന് കരുതി അത്രമാത്രം മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത്, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നായിരുന്നു സന്ദീപിന്റെ പോസ്റ്റ്. അതീവ ഗുരുതരമായിരുന്നു ശംഖുവിനുണ്ടായ പരുക്കുകൾ. 1.5 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് തിരിച്ചു വന്നത്. അന്ന് ശംഖുവിനൊപ്പം സഹായവുമായി സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു. അന്നൊന്നും പറയാത്ത ആരോപണമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. ഇക്കാരണത്താലാണ് പ്രതിഷേധം കടുക്കുന്നതും. ശംഖുവിന്റെ മടങ്ങിവരവിനെ സംഘപ്രവർത്തകരെല്ലാം ആശങ്കയോടെ കാത്തിരുന്ന തിരിച്ചുവരവായിരുന്നത്. ഇതെല്ലാം പലരുടെയും മനസ്സിലുള്ളതുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് സന്ദീപ് വാര്യർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഒപ്പം പനിയായി അവധിയെടുത്ത് വീട്ടിലിരുന്ന ശംഖുവിനെ തന്റെ ഒരു ആവശ്യത്തിനായി അന്ന് സന്ദീപാണ് ഓഫീസിലേക്ക് പറഞ്ഞയച്ചത് എന്നത് ഓർത്തെടുത്ത് പലരും ഇക്കാര്യത്തിൽ ദുരൂഹതയും ആരോപിക്കുന്നുണ്ട്. മാതൃഭൂമി ചാനലിൽ തനിക്കെതിരെ വന്ന വാർത്തയ്ക്കെതിരെ നോട്ടീസ് അയക്കാനാണ് സന്ദീപ് അന്ന് ശംഖുവിനെ നിയോഗിച്ചത്. സന്ദീപ് വാര്യരുടെ സഹപ്രവർത്തകരായിരുന്ന ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരും സന്ദീപ് വാര്യർ അടക്കം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം പോസ്റ്റുകൾ ഷെയർ ചെയ്തും പലരും പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ബി.ജെ.പിയിലായിരിക്കെ സന്ദീപിനെതിരെ ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുനവെച്ച വെല്ലുവിളികളും പലരും പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ താൻ മദ്യപാനിയാണെന്നും അതുമൂലമാണ് അപകടമുണ്ടായതെന്നുമുള്ള സന്ദീപിന്റെ ആരോപണത്തെ തെളിവ് സഹിതം ഖണ്ഡിച്ചുകൊണ്ട് ശങ്കുറ്റി ദാസ് ഫേസ്ബുക്കിൽ മറുപടിയും പോസ്റ്റ് ചെയ്തു. ചാനൽ ചർച്ചയിൽ തന്നോട് തൊട്ടതിന്റെ കലിപ്പ് തീർക്കാനാണ് സന്ദീപ് വാര്യർ എന്നാണ് ശങ്കുറ്റി ദാസ് നൽകുന്ന മറുപടി. തന്റെ അപകടം സംബന്ധിച്ച കേസിൽ പോലീസോ എതിർകക്ഷികളോ ഇൻഷുറൻസ് കമ്പനിയോ ഇന്ന് വരെ ഉന്നയിക്കാത്ത കാര്യം സന്ദീപിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ശംഖു ചോദിക്കുന്നു. സംഘത്തിലെ തന്റെ പാരമ്പര്യം ചോദ്യം ചെയ്ത സന്ദീപിനുള്ള മറുപടിയും ശംഖു നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു അഭിമാന പ്രശ്നമായല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അങ്ങനെ വ്യക്തിപരമായി എടുത്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണെങ്കിൽ സന്ദീപ് ചെയ്തതിനേക്കാൾ 10 ഇരട്ടി പ്രഹരശേഷിയോടെ എനിക്കത് ചെയ്യാൻ സാധിക്കും. സന്ദീപിന്റെ 3-4 കേസുകൾ കൈകാര്യം ചെയ്ത ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ലെന്ന് ഊഹിക്കാവുന്നതാണല്ലോ എന്നായിരുന്നു ശങ്കുറ്റി ദാസിന്റെ പ്രതികരണം.